ഇപ്പോൾ കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മളത് പറഞ്ഞിരുന്നു 26-നാണ് എത്തുന്നത്. ആശങ്കയിൽ നിൽക്കുകയാണ് കാസർഗോഡ് വീരമലക്കുന്ന്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാത കടന്നു പോകുന്ന പ്രദേശത്ത് ഏത് സമയത്തും മണ്ണിടിഞ്ഞ് വീഴ് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണമാണ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ദേശീയ പാതയ്ക്കരികിലുള്ള വീരമലക്കുന്നിന് അപകടത്തുരുത്താണ്. ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്ന് അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ചതാണ് വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നത്. ചെറിയ മഴ പെയ്താൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ഈ കാലവർഷത്തിലും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് വീരമലക്കുന്നുള്ളത്. പല തവണ വേനൽ മഴയ്ക്ക് പോലും ഇടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കാലവർഷത്തിൽ ഇത് വലിയ ഭീഷണിയാകുന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ വീരമലക്കുന്നിൻ്റെ ഒരു അവസ്ഥ? ഈ വീരമലക്കുന്നിൻ്റെ ഈ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിൻ്റെ ഘടനയും വ്യക്തമായി അറിയുന്ന ഈ നാട്ടുകാർ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ആശങ്കകൾ അറിയിച്ചിരുന്നു. പക്ഷെ അവരാരും വേണ്ട രീതിയിൽ അത് ഗൗനിച്ചില്ല. അതിൻ്റെ അനന്തരഫലം കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചു. അതിലും രൂക്ഷമായി ഇക്കൊല്ലം അനുഭവിക്കാനിരിക്കുന്നു. കുന്നിടുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കൽ അല്ലാതെ വേറെന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കുന്നത്, ഇതിനിടയിലാണ് ഒരു കാറിന് മുകളിൽ മണ്ണിടിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. മണ്ണിടിഞ്ഞല്ലോ, കാറിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് ടീച്ചർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഡിബേറ്റ് ചെയ്തു എന്നല്ലാണ്ട് ഗതാഗതം മാറ്റി അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അന്ന് വന്നിട്ട് ഇത് ഒരു കൊല്ലമായി ഇപ്പോൾ പഠിച്ചു, എന്നിട്ട് പൂർണ്ണമായും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അധികൃതർ. അപ്പോൾ ഇപ്പോഴും മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയർ ഭൂവസ്ത്രമൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ടറിയണം. ഇളകിക്കിടക്കുന്ന മണ്ണാണ് ഇത്, ഏത് സമയത്തും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ നെറ്റടിക്കുന്നത് തന്നെ ഈ ഭൂമി കുളിർത്ത മണ്ണിൽ നെറ്റടിച്ചതിനെ കൊണ്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല. അതുപോലെ തന്നെ അങ്ങേ സൈഡിലാണ് കുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞു വീണത്. അവിടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉറച്ച മണ്ണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പണി തുടങ്ങുമ്പോൾ തന്നെ ഈ കുന്ന് ഇടിക്കുന്നതിനെതിരെ ഞങ്ങൾ ഇവിടുത്തെ മൈച്ച പ്രദേശവാസികൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. അന്ന് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. 3 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ കേസിന് പോയി. ആ കേസ് ഇപ്പം പിൻവലിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഇത് വളരെ ലൂസായിട്ടുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയാന്ന് വെച്ചാൽ കൊല്ലി എന്ന് പറയും. ആ കൊല്ലിയിൽ നിന്ന് വളരെ ഇതായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇപ്പം മഴ പെയ്യുമ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഒരു വഴിയും ഇതുവരെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ പ്രദേശവാസികളുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് സമീപത്ത് തന്നെയാണ് മട്ട്ളായി കുന്നുള്ളത്. നിലവിൽ മട്ട്ളായി കുന്നിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇതേ അവസ്ഥയിലുള്ള ഇതേ തരം മണ്ണിൻ്റെ ഘടന തന്നെയാണ് അവിടെയുള്ളത്. അവിടെ ഒരുപാട് ഉയരത്തിൽ കുന്നിടിച്ച് ചതുപ്പ് നിലത്താണ് മണ്ണിട്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായി ആ മണ്ണ് അമരുമ്പോൾ റോഡിന് വിള്ളലൊക്കെ വരും. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ദീർഘദൃഷ്ടി അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരും എഞ്ചിനീയർമാരും കാണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇതുവഴി 100 കണക്കിന് വാഹനങ്ങളാണ്, ഇത് കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയാണ്, 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏത് സമയത്തും ഒരു ചെറിയ മഴ വന്നാൽ പോലും കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കാലവർഷത്തിൽ ഇതിൻ്റെ നിർമ്മാണം അതല്ലെങ്കിൽ ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കില്ല. എന്തായാലും ഇനി വലിയ തോതിലുള്ളൊരു അപകട ഭീഷണി തന്നെയാണ് വീരമലക്കുന്നിലും സമീപത്തുള്ള മട്ട്ളായി കുന്നിലും കാണാൻ സാധിക്കുന്നത്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല. നേരത്തെ വലിയ ആരോപണം മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെയൊക്കെ ഉയർന്നതാണ്. എന്നാലും ഈ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകും, അതല്ല ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് വഴിതിരിച്ച് വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്, ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കനത്ത മഴയാണ് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥലമായി ഇപ്പോൾ വീരമലക്കുന്നും മട്ട്ളായി കുന്നും മാറിയിരിക്കുന്നു. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.